ഒരു 140 കിലോ ഉള്ള ഒരാളുടെ അടുത്ത് നിന്ന് നമുക്ക് അത്ര ഫാറ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഓവറോൾ അയാൾക്കൊരു ചേഞ്ച് അങ്ങനെ വരില്ല. വൺസ് ഈ വെയിറ്റ് റെഡ്യൂസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ വിൽ ഹാവ് ലൂസ് സ്കിൻസ്. പെട്ടെന്ന് വെയിറ്റ് റെഡ്യൂസ് ചെയ്തൊക്കെ. അപ്പോൾ അവർക്ക് ലൂസ് സ്കിൻ ഉണ്ടാകുമ്പോൾ അപ്പോഴാണ് പ്ലാസ്റ്റിക് സർജൻ വരുന്നത്. കാരണം എന്താ, ദേ വിൽ റിമൂവ് ദ സ്കിൻ, ടൈറ്റൻ ദ ബോഡി. അപ്പോൾ ആ തൂങ്ങിക്കിടക്കുന്നതെല്ലാം അങ്ങ് മാറിക്കഴിയുമ്പോൾ ദേ വിൽ ഹാവ് എ ഫ്ലാറ്റ് ബോഡി. പ്രഗ്നൻസി കഴിഞ്ഞിട്ട് എല്ലാവരും മമ്മി മേക്ക് ഓവർ എന്നൊരു ടേം കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ പ്രഗ്നൻസി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ചേഞ്ചസ് വരും. ഇപ്പോൾ ചിലർക്കാണെങ്കിൽ വണ്ണം കൂടിയിട്ട് ബ്രസ്റ്റിൻ്റെ സൈസ് ഒരുപാട് കൂടും. അല്ലെങ്കിൽ ചിലർക്ക് നഴ്സിംഗ് എല്ലാം കഴിയുമ്പോഴത്തേക്ക് ഡീഫ്ലേറ്റഡ് ആയിട്ട് ബ്രസ്റ്റിൻ്റെ സൈസ് കുറയും. പിന്നെ ഇതല്ലാണ്ട് നമ്മൾ എക്സ്റ്റേണൽ ജെനൈറ്റലി അതിനും ചേഞ്ചസ് വരും. ഇതല്ലെങ്കിൽ വണ്ണം കൂടിയിട്ട് നമുക്ക് കയ്യിൽ എക്സസ് സ്കിന്ന് വരും, തൈസിൽ എക്സസ് സ്കിന്ന് വരും. അപ്പോൾ ഇത് നമ്മൾ വെയിറ്റ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാലും അതെ, നമുക്ക് വെയിറ്റ് റെഡ്യൂസ് ചെയ്തിരുന്നാലും ഈ സ്കിൻ ലാക്സിറ്റി നമുക്ക് മാറില്ല. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് കൺസിഡർ ചെയ്യാം. ആവശ്യമുള്ളവർക്ക് ഇങ്ങനെ ചോദിച്ചിരുന്നവർക്ക് ഇങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം അതിനൊരു കോമൺലി എല്ലാം കൂടെ പറയുന്ന ഒരു ടേമാണ് ഈ മമ്മി മേക്ക് ഓവർ.